സി കേരളത്തിൽ സംപ്രേഷണം ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ പരമ്പരയായിരുന്നു മിഴി രണ്ടിലും. 2 വർഷത്തോളം പ്രേക്ഷകരിലേക്ക് മുടങ്ങാതെ എത്തിയ പരമ്പര ഒരു മാസം മുമ്പാണ് അവസാനിച്ചത്. സഞ്ജുവിൻ്റെയും സ്വാതിയുടെയും പ്രണയത്തിനിടയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്ന ലച്ചു എന്ന പെൺകുട്ടിയുടെയും അവളെ വിവാഹം കഴിക്കേണ്ടി വന്ന സഞ്ജുവിൻ്റെയും കഥ പറഞ്ഞ പരമ്പര അവരുടെ പിന്നീടുള്ള ജീവിത മുഹൂർത്തങ്ങളാണ് വളരെ മനോഹരമായി ആരാധകരിലേക്ക് എത്തിച്ചത്. ഇപ്പോഴിതാ പരമ്പരയിൽ സഞ്ജുവായി എത്തിയ നായകൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. പരമ്പരയിൽ ഒപ്പം അഭിനയിച്ച കാഞ്ചന എന്ന വില്ലത്തിയായി വേഷമിട്ട നടി ശ്രീപത്മ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് ആരാധകരും ഈ വിവാഹ വാർത്ത അറിഞ്ഞത്. സഞ്ജുവായി പരമ്പരയിൽ ആദ്യം വേഷമിട്ടത് സൽമാൻ ഫാരിസ് എന്ന നായകനായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരമ്പരയുടെ നിർണായകമായ ഒരു ഘട്ടത്തിൽ സഞ്ജുവിനെ മാറ്റിയിരുന്നു. തുടർന്ന് സഞ്ജുവായി പ്രേക്ഷകരിലേക്ക് എത്തിയത് നവനീത് സാജു എന്ന കൊച്ചിക്കാരനാണ്. നടൻ എന്നതിലുപരി അവതാരകനും എഴുത്തുകാരനും വോയിസ് ആക്ടറുമൊക്കെയായ നവനീത് ഒരു യമണ്ടൻ പ്രേമകഥ എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അതിനിടെയാണ് മിഴി രണ്ടിലും പരമ്പരയിലേക്ക് പുതിയ നായകനെ അണിയറ പ്രവർത്തകർ തേടിയതും നവനീത് ആ വേഷത്തിലേക്ക് കടന്നുവരുന്നതും. തുടർന്ന് സഞ്ജുവായി എത്തിയ നവനീതിനെ ആദ്യം പ്രേക്ഷകർ ഉൾക്കൊള്ളാൻ മടിച്ചിരുന്നു. എങ്കിലും പരമ്പര അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ആരാധകർ നവനീതിനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. 500ഓളം എപ്പിസോഡുകൾ പിന്നിട്ട ശേഷമാണ് ഒരു മാസം മുമ്പ് മിഴി രണ്ടിലും പരമ്പര അവസാനിച്ചത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നവനീത് വിവാഹിതനായിരിക്കുകയാണ്. വൈഷ്ണവി മാളിയേക്കൽ എന്ന അതിസുന്ദരിയായ പെൺകുട്ടിയെയാണ് നവനീത് വിവാഹം കഴിച്ചിരിക്കുന്നത്. കൊച്ചിക്കാരിയും നർത്തകിയും ജേർണലിസ്റ്റും ഒക്കെയായ വൈഷ്ണവി നടി നവ്യ നായരുടെ ശിഷ്യ കൂടിയാണ്. നവ്യയുടെ മാതങ്കിയിൽ നൃത്തം അഭ്യസിക്കുന്ന വൈഷ്ണവി കുറച്ചു കാലം മുമ്പാണ് ശാസ്ത്രീയ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയത്. ഉഗ്രൻ സിനിമാറ്റിക് ഡാൻസറായ വൈഷ്ണവി നൃത്തത്തോടുള്ള ആരാധന മൂലമാണ് നവ്യയിലേക്ക് എത്തിയതും ശിഷ്യയായി പരിശീലനം ആരംഭിച്ചതും. എന്തായാലും ഇനി ഭർത്താവിനൊപ്പം വൈഷ്ണവിയും അഭിനയ രംഗത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നവനീതിൻ്റെ മിഴി രണ്ടിലും പരമ്പരയിലേക്കുള്ള പ്രവേശനം. ആദ്യം അഭിനയിച്ചിരുന്ന സൽമാന് മറ്റൊരു സീരിയൽ കിട്ടിയതോടെ മിഴി രണ്ടിലും പരമ്പര ഉപേക്ഷിച്ചുവെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആദ്യം പ്രചരിച്ച വാർത്ത. എന്നാൽ സത്യം അതായിരുന്നില്ല. മറ്റൊരു പരമ്പരയുടെ ഡേറ്റുമായി വന്ന ക്ലാഷിനൊടുവിൽ നടനെ പുറത്താക്കുകയായിരുന്നു അണിയറ പ്രവർത്തകർ ചെയ്തത്. നിരവധി തവണ ഇക്കാര്യം മിഴി രണ്ടിലും പരമ്പരയുടെ അണിയറ പ്രവർത്തകരുമായി സംസാരിക്കുകയും പുതിയ പരമ്പരയുടെ ഷൂട്ടിംഗ് നിരവധി തവണ നടൻ കാരണം മുടങ്ങുകയും ചെയ്തു. ഒടുവിൽ മിഴി രണ്ടിലും പരമ്പരയിൽ പ്രശ്നം രൂക്ഷമാവുകയും എപ്പിസോഡ് മുടങ്ങുന്ന ഘട്ടം വരികയുമായിരുന്നു. നിർമ്മാതാവിന് ലക്ഷങ്ങൾ നഷ്ടം വരുന്ന സാഹചര്യത്തിൽ സൽമാനെ ഒഴിവാക്കി നവനീതിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.